നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സ്വാഭാവികമായി രാജ്യസഭാ സീറ്റുകളിൽ അനുസൃതമായിട്ടുള്ള പിമാരുടെ വർധനവ്, അതും വിവിധ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ആ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരുന്ന നിയമസഭാ സാമാജികരുടെ കണക്കനുസരിച്ച് ഓരോ പാർട്ടിയുടെയും പിമാരെ ജയിപ്പിച്ചെടുക്കുന്ന സ്ഥിതിഗതിയിൽ നിന്ന് മാറി ആർത്തി പിടിച്ച് BJP കേവല ഭൂരിപക്ഷം രാജ്യസഭയിൽ തികയ്ക്കാൻ നോക്കുകയാണ്. ജനങ്ങൾ ഇതിനോടകം തന്നെ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നൽകാത്തതിൻ്റെ നല്ല ചുരുക്ക് BJP പല രീതിയിൽ സാധാരണക്കാരോട് തന്നെ തീർക്കുന്നത് SIR നടപടിയിലൂടെയാണ്. ഈ രാജ്യത്തെ SIR നടപടികൾ ഒരു രീതിയിലും ജനാധിപത്യ സംവിധാനം ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ രാജ്യത്ത് അനുവദനീയമല്ല. അതൊന്നും ശരിയായ നടപടിയല്ല എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി സംഘം കൃത്യമായി വിവരിച്ചതാണ്. എന്നാൽ അതിനെയൊക്കെ വളച്ചൊടിക്കാൻ ഇവിടുത്തെ ഗോദി മീഡിയകൾ തന്നെ ധാരാളം. ഗോദി മീഡിയകൾ തെറ്റിദ്ധാരണ പരത്തുക, അവരെ സംബന്ധിച്ചിടത്തോളം ഗീബൽസിയൻ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഒരു നുണ 100 തവണ പറയുമ്പോൾ അത് സത്യമാകും എന്ന് വിശ്വസിക്കുന്ന അർണബ് ഗോസ്വാമിമാരാണ് നമ്മുടെ ഈ നാട്ടിലെ മീഡിയ മുഴുവൻ റൂൾ ചെയ്യുന്നത്. അവരാൽ കഴിയുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ഒരു വിഷം ചീറ്റുന്ന നടപടി, വർഗീയ വിഷം ചീറ്റുന്ന നടപടി, അത് വീണ്ടും വീണ്ടും ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പറഞ്ഞു വരുന്നത് SIR നടപടി മാത്രമല്ല, ഈ രാജ്യത്ത് ഈ രാജ്യസഭാ രീതിയിൽ സംവിധാനം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് പരിപൂർണമായി തകരാറിലാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നോക്കൂ, ജാർഖണ്ഡിൽ, മധ്യപ്രദേശിൽ ഒക്കെ സംഭവിച്ചത് എന്താണ്? മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ കമ്മീഷൻ മത്സരിക്കാനുള്ള അനുമതി നിഷേധിക്കുന്നു. അവർക്ക് ഒരു രീതിയിലും അംഗീകാരം കൊടുക്കുന്നില്ല. മീനാക്ഷി നടരാജൻ്റെ കാര്യമാണ് പറയുന്നത്. അതേസമയം ജാർഖണ്ഡിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പണം കൊടുത്ത് MLA-മാരെ ചാക്കിലാക്കുന്നു. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഈ രാജ്യത്ത് MLA-മാരെ പർച്ചേസ് ചെയ്ത് പണം കൊടുത്ത് വാങ്ങുന്ന നടപടി അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്ത് കൂടി വേണം. അത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല, ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം, ഒരു പാർട്ടിയിൽ ഉള്ള MLA-മാരിൽ ഭൂരിഭാഗം പേരും പുതിയൊരു പാർട്ടിയിലേക്ക് പോയാൽ അവർക്ക് MLA സ്ഥാനം നഷ്ടപ്പെടില്ല എന്നുള്ള ആ പഴയ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കാരണം അത് രാജ്യത്തുള്ള ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയാണ്. ജനങ്ങൾ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് അവർക്ക് ആ സമയത്ത് തോന്നുന്ന, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ നിയമസഭയിൽ എത്തുന്നതിന് ശേഷം സാമാജികരുടെ തനിക്കുണമാണ് സാധാരണക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സാധാരണക്കാരുടെ ചൂണ്ടുവിരലിൽ കേവലം പതിയുന്ന ഒരു മഷി മാത്രമായി ജനാധിപത്യ സംവിധാനം മാറ്റുന്നത് പരിഹാസം മാത്രമാണ് എന്നുള്ളത് കൃത്യമായ ഐക്യരാഷ്ട്ര പ്രതിനിധി സംഘം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്.